മറുപക്ഷത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട രണ്ട് സ്ഥാനാർത്ഥികളും നമ്മളെ സുഹൃത്തുക്കളാണ്. പക്ഷെ വികസനത്തിന്റെ കാര്യത്തിൽ റഷീദിനെ കവച്ചു വെക്കാൻ ഇവർക്ക് രണ്ടാൾക്കും സാധ്യമല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഞങ്ങൾ റോഡൊക്കെ കണ്ടില്ല, കാലങ്ങളാണ് കിട്ടുന്നത്. റോഡൊക്കെ ഇപ്പൊ റെഡിയാക്കി എല്ലാം ചെയ്ത് പഞ്ചായത്തില് എന്തെല്ലാം വികസനം ഉണ്ടെന്ന് റഷീദ് മെമ്പറായതിന്റെ ശേഷമാണ് ഞങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി. റഷീദ് ആള് ഉസ്താറാണ്. നമ്മള് പൂ ചോദിച്ചപ്പോ പൂന്തോട്ടം തന്ന ആളാണ് നമ്മളെ റഷീദ് സാഹിബ്. നമ്മളെ നാടാക്കിയ ആള് റഷീദാണ്. നമുക്ക് 5 വർഷമായിട്ട് പഞ്ചായത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും മൂപ്പര് വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല. എന്താ ജയിക്കാൻ സംശയം? പ്രാർത്ഥന ഉണ്ടാവും. ഇതുവരെയായിട്ടും ഇത്ര കൊല്ലങ്ങളായി നമ്മൾ ഇങ്ങനെ ഒരു മെമ്പറെ കിട്ടിയിട്ടില്ല. എന്താ ഒരു മെമ്പറെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. റഷീദ് ഇപ്പൊ ഇവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മൂക്കമ്പലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു ലൈസൻസിന്റെ കാര്യം ഏത് കാര്യം പറഞ്ഞാലും റെഡി ആയിരുന്നു. ഇവിടെ ഒറ്റ റോഡും ശരിയാകാത്തില്ല. ഇനി ഇവിടെ എന്ത് വികസനം വേണ്ടി എന്നുള്ളത് തന്നെ അറിയില്ല. ആദ്യ പായലൊക്കെ ഉണ്ടായോണ്ട് നീന്താനൊന്നും പറ്റിയിട്ട് ഇങ്ങനെ റഷീദാക്ക വന്നുകൊണ്ട് എല്ലാതും റെഡിയാക്കി ചെയ്ത് ഒരു 5 വാർഡൊക്കെ വന്നെ മതി. റോഡും കാര്യങ്ങള്, തോട്, പാലം, പിന്നെ നമ്മളതൊക്കെ നന്നാക്കിയില്ലേ. ഒരു മെമ്പർ എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പല ഫണ്ടുകളും പഞ്ചായത്തിലുണ്ട് എന്ന് അറിയുന്നത് വരെ നമ്മളെ റഷീദാക്ക് മെമ്പറായതിന്റെ ശേഷം വ്യക്തിപരമായിട്ടും ഇങ്ങനെ ജനങ്ങളോട് നല്ല പെരുമാറ്റമായിരുന്നു. വികസനം കൊണ്ടും എല്ലാ കാര്യങ്ങളും നല്ല പ്രവർത്തനമാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തത്. ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ ആവുമെന്ന് വിചാരിക്കണേ. ഒരു 5 വർഷം പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കേരളത്തിലെ ഏറ്റവും നല്ലൊരു പഞ്ചായത്തായിട്ട് മാറിയിരുന്നു എറണാകുളം പഞ്ചായത്ത്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും സോളാറ് ഒക്കെ വെച്ചെന്നല്ലേ. ഇനി ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്നാണ് ആലോചിക്കേണ്ടത്. ഓന്റെ വാർഡ് എന്നുള്ള നിലയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഒരുപാട് മെമ്പർമാര് ഈ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായത് റഷീദ് വന്നതിന് ശേഷം. നാടിനൊരു മുതൽക്കൂട്ടാണ്. അതിവിടെ ആർക്കൊരു എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. എല്ലാരും എല്ലാ രാഷ്ട്രീയക്കാരും ഒരേമാതിരി ഒരേ കണ്ണുകൊണ്ടേ കാണുള്ളൂ. കുളം, റോഡ്, പാടം മുതൽ എല്ലാ സംഗതി വളരെ ക്ലിയർ ആയിട്ട് ഒരാളാണ്. 3-3.5 കോടി രൂപന്റെ വികസനം കൊണ്ടുവന്നു. ഇപ്പൊ വിളിച്ചാലും അവന് എല്ലാ സഹകരണവും രോഗിയായാലും എന്തിനും അവന് കാറാണ്. നമ്മളെ വാർഡില് ഒരു വികസനവും മൂപ്പര് ചെയ്യാതെ ബാക്കി വെച്ചിട്ടില്ല. ഇനിയും വരണം. അതുപോലെയുള്ള ചെറുപ്പക്കാര് പഞ്ചായത്തിൽ ഉണ്ടാവണം. നല്ല മെമ്പറായിരുന്നു, നല്ല പ്രസിഡന്റാണ്. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ സമർപ്പിക്കും. ഒരു സ്വിച്ച് ഇട്ടാല് മമ്പ്രം പ്രദേശം ഒന്നായിട്ട് പ്രകാശിക്കണേ, പ്രകാശപൂരിതം. എല്ലാ റോഡും തോടും കോളവും ഒക്കെ അടിപൊളിയാക്കി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കണം എന്നാണ് ഞങ്ങളൊക്കെ അഭിപ്രായം. ഇത് കുഴപ്പമില്ല. ഇത് 100% വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുമ്പൊന്നും ഇല്ലാത്ത വികസനമാണ് ഇപ്പൊ നടന്നത്. അപ്പൊ എല്ലാവരും സമ്മതിക്കണ കാര്യം. മന്ദിന്റെ വികസനം തന്നെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം എല്ലായിടത്തും എല്ലാ വാർഡിലും ഓൻ കയറി ഇറങ്ങി എല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്തിരുന്നു. എന്താണെന്ന് മെമ്പറെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് കാണിച്ചു തന്നൊരു വ്യക്തിയാണ്. നമ്മളെ പഞ്ചായത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു മെമ്പറല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് റസീനെ പോലത്തെ ഒരു മെമ്പർ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വോട്ടും നമ്മൾ റസീനാവണം. അബ്ദുറഹിമാൻ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 22 ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അബ്ദുറഷീദ് കൊണ്ടാണത്തിന് കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക.